ഹലോ ഗൈസ്, ടെർമ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പോണ്ട് താഴത്ത് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ഒക്കെ മുന്നിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫിഷ് പോണ്ടൊക്കെ കുഴിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടാർപ്പായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തുരപ്പനൊക്കെ ഇല്ലേ, എലി, വലിയ എലി, അത് ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയത് ശരിക്കും നമ്മുടെ ഈ ടാർപ്പായയുടെ അടിയിൽ കയറ്റാൻ. അപ്പോൾ അതൊരു ഓട്ടയൊക്കെ ഇട്ടു. ആ ടാർപ്പായ ആകെ വെള്ളം ലീക്കായി. പെട്ടെന്ന് കാലത്ത് എണിച്ച്, അതായത് ഇന്നലെ കാലത്ത് എണിച്ച് നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ആ ടാർപ്പാലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് മീനുകളൊക്കെ ഏകദേശം കുറച്ച് ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് വെള്ളം കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് മീനുകൾ എനിക്ക് കിട്ടി. ബാക്കി കുറേ ഗോൾഡൻ ഫിഷുകളും അതേപോലെ കോഴിക്കാർപ്പുകളൊക്കെ കുറേ ചത്തുപോയി. എനിക്ക് എല്ലാത്തിനും വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഈ ടെറസിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ മീനുകളൊക്കെ ഡൈ ആവാറായി, വെള്ളം ഇല്ലാണ്ട് ചാവാറായ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കണ്ടില്ല, ഇപ്പം എനിക്ക് 2 ഗോൾഡൻ ഫിഷ് അതിൽ ചത്തുപോയി. പോയി നോക്കുമ്പോൾ ഇവർ ഇത്തിരി വേറൊരു ഭാഗത്തായിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ 2 മീനുകൾ ചത്തുപോയി. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു മീനുണ്ടായിരുന്നു എന്തെങ്കിലുണ്ടായിരുന്നത്, അതിനാകെ ഒരു ഉഷാറ് കുറവ് പോലെയൊക്കെ ആയി. കണ്ടില്ലേ, ആകെ ചാവാറായ പോലെ. അപ്പം തന്നെ ഉപ്പൊക്കെ ഇട്ട് വേഗം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഈ വെള്ളം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ചാവും അതോ ജീവനോടെ കിട്ടുമെന്നുള്ളത്. ഈ മീൻ വാങ്ങിയിട്ട് കുറേ ആയി. ഞാൻ ഈ വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ വാങ്ങിച്ച ഒരു കോഴിക്കാർപ്പുണ്ടാവും. പിന്നെ അപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ പിടിച്ച് ഈ വെള്ളം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇവരെ പിടിച്ച് ബക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ കുറച്ച് നേരമായി ഇട്ടിട്ട് ഇപ്പം എന്തായാലും ഇവിടെ 2 ഗോൾഡൻ ഫിഷ് ചത്തു. ഇനി നമുക്ക് ഇവന്മാരെയൊക്കെ പതുക്കെ അതിലേക്ക് ഇറക്കി വിടാം. എല്ലാവരും ഈ വെള്ളം കിട്ടാണ്ടേ ആകെ ടയേർഡ് പോലെയൊക്കെ. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇല്ലാണ്ട് നിൽക്കണതുകൊണ്ട് പെട്ടെന്ന് ഇവന്മാരെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ നോക്കാമായിരുന്നു ഞാൻ. ചെറിയൊരു ഇത് പണിതു മുകളിൽ ഇവന്മാരെയൊക്കെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാം